വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഇത് മോട്ടോ ബഡ്സ് പ്ലസ് ഈ ഒരു രണ്ട് പ്രൊഡക്ട്സിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. മോട്ടോ ബഡ്സിൻ്റെ പ്രൈസ് ഇന്ത്യയിൽ വരുന്നത് 4999 രൂപയും ബഡ്സ് പ്ലസിൻ്റെ പ്രൈസ് ഇന്ത്യയിൽ വരുന്നത് 9999 രൂപയാണ് വരുന്നത്. പക്ഷേ ഈ ഒരു രണ്ട് പ്രൊഡക്ട്സിൻ്റെ ഖത്തറിലെ പ്രൈസാണ് ശരിക്കും എന്നെ ഞെട്ടിച്ചിട്ടുള്ളത്. ആ ഒരു പ്രൈസ് തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഐഫോൺ യൂസേഴ്സ് ആണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയൊരു കാര്യം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. എനിവേ മോട്ടോ ബഡ്സ് പ്ലസിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയുന്നത് ഇതിൻ്റെ ANCയും അതുപോലെ തന്നെ എക്വലൈസറൊക്കെ ട്യൂൺ ചെയ്തിരിക്കുന്നത് ബോസ് ആണ്. അപ്പോൾ ആ ഒരു ബോസിൻ്റെ ക്വാളിറ്റി നമുക്ക് ഈ ഒരു ANCയിൽ അല്ലെങ്കിൽ ഈ ഒരു സൗണ്ട് ക്വാളിറ്റിയിലോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നതാണ്. അപ്പം വീഡിയോ എന്നും പറയുന്ന പോലെ തന്നെ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ചാനൽ വീഡിയോസും യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് പ്രൊഡക്ട്സിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. രണ്ട് കളേഴ്സിലാണ് ഈ ഒരു ബഡ്സ് പ്ലസ് അവൈലബിൾ ആകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് ഫോറസ്റ്റ് ഗ്രേ ആണ്. ഇത് കൂടാതെ ബീച്ച് സാൻഡ്. 4 കളേഴ്സിലാണ് മോട്ടോ ബഡ്സ് അവൈലബിൾ ആകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് സ്റ്റാർലൈറ്റ് ബ്ലൂ ആണ്. ഇത് കൂടാതെ ഗ്ലേസിയർ ബ്ലൂ, കോറൽ പീച്ച്, കിവി ഗ്രീൻ. ഈ ഒരു രണ്ട് ബഡ്സിൻ്റെ ഡിസൈൻ ആൻഡ് കംഫർട്ടിനെ കുറിച്ച് ചോദിച്ചാൽ ബഡ്സ് വരുന്നത് ശരിക്കും ഒരു ഗ്ലോസി ഫിനിഷിങ്ങിലാണെങ്കിൽ ബഡ്സ് പ്ലസ് വരുന്നത് ഒരു മാറ്റ് ഫിനിഷിങ്ങിലാണ്. അതുപോലെ കംഫർട്ടിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് നല്ല രീതിയിൽ തന്നെ ഫിറ്റായി നിൽക്കുന്നുണ്ട്. ചെവിയിൽ യാതൊരു തരത്തിലുള്ള ഇഷ്യൂസ് ഇല്ല. അതുപോലെ തന്നെ ഇവൻ നമ്മൾ അത്യാവശ്യം ഷെയ്ക്ക് ചെയ്താൽ പോലും താഴെ വീഴുമോ എന്നുള്ളൊരു പേടിയോ കാര്യമൊന്നുമില്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കംഫർട്ടായിട്ട് തന്നെ ഈ ഒരു രണ്ട് ബഡ്സും എൻ്റെ ചെവിയിൽ ഇരിക്കുന്നുണ്ട്. ഈ ഒരു രണ്ട് ബഡ്സിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ രണ്ടിലും ബ്ലൂടൂത്തിൻ്റെ 5.3 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ടിലും 3 മൈക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സിംഗിൾ ഡൈനാമിക് ഡ്രൈവ് ആണ് ഇതിൽ മോട്ടോ ബഡ്സിൽ വരുന്നത്. 12.4 mm ഉണ്ടെങ്കിൽ ബഡ്സ് പ്ലസിൽ ഡ്യുവൽ ഡൈനാമിക് ഡ്രൈവറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 11 mm വൂഫറും 6 mm ട്വീറ്ററാണ് വരുന്നത്. രണ്ടും സ്വെറ്റ് ആൻഡ് സ്പ്ലാഷ് റെസിസ്റ്റൻറ്റ് കൂടിയാണ്. അതുപോലെ തന്നെ ബാറ്ററി ലൈഫിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മോട്ടോ ബഡ്സിൽ സിംഗിൾ ചാർജിങ്ങിൽ 9 മണിക്കൂറാണ് മ്യൂസിക് പ്ലേബാക്ക് പറയുന്നത് വിത്ത് ANC ഓഫ് ആണെങ്കിൽ. അതല്ല ചാർജിങ് കേസോട് കൂടിയിട്ടാണെങ്കിൽ ഏകദേശം 42 hours ആണ് പറയുന്നതെങ്കിൽ ബഡ്സ് പ്ലസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സിംഗിൾ ചാർജിങ്ങിൽ 8 മണിക്കൂറാണ് പറയുന്നത് ANC ഓഫ് ആണെങ്കിൽ. അതല്ല വിത്ത് ചാർജിങ് കേസോട് കൂടിയിട്ടാണെങ്കിൽ അപ് ടു 38 hours ആണ് പറയുന്നത്. അതുപോലെ ബഡ്സ് പ്ലസിൽ നമുക്കിത് വയർലെസ് ചാർജിങ് സപ്പോർട്ടാണ്. ഏകദേശം 110 മിനിറ്റ് കൊണ്ട് നമുക്ക് ചാർജിങ് കേസ് ഫുൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് വയർഡ് ആണെങ്കിൽ ഏകദേശം 60 മിനിറ്റ് കൊണ്ടാണെങ്കിൽ ബഡ്സ് വെറും വയർഡ് മാത്രമേ സപ്പോർട്ടുള്ളൂ. ഏകദേശം 90 മിനിറ്റ് കൊണ്ടായിരിക്കും നമുക്ക് ആ ഒരു ചാർജിങ് കേസ് ഫുൾ ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ടാവുക. അതുപോലെ മറ്റുള്ള എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ് ടു 50 ഡെസിബിൾ വരെയാണ് ഇതിൽ ANC ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ഓഫ് ചെയ്യുന്നത് സൗണ്ട്. അത് നമ്മുടെ ബഡ്സ് പ്ലസിലാണെങ്കിൽ അപ് ടു 46 ഡെസിബിൾ വരെയാണ് വരുന്നത്. ഈ ഒരു മോട്ടോ ബഡ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെയാണ് നമ്മുടെ ബഡ്സിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുക. 4 തരത്തിലുള്ള നോയ്സ് കൺട്രോൾ ഓപ്ഷൻ ആണുള്ളത്. ഒന്ന് ANC ഓഫ് എന്നുള്ള രീതിയിലാണ്. രണ്ടാമത്തത് ട്രാൻസ്പെറൻസി മോഡാണ്. അതായത് നമ്മൾ മ്യൂസിക്കൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു മോഡ്. മൂന്നാമത്തത് അഡാപ്റ്റീവ് മോഡാണ്. നാലാമത്തതാണ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എനേബിൾ മോഡ്. അതായത് അപ് ടു 46 ഡെസിബിൾ വരെ നമുക്കിതിൽ സൗണ്ട് റിഡക്റ്റ് ചെയ്യുന്നതാണ്. എനിവേ സൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് എക്വലൈസർ മോഡ് കാണാം. അതിൽ തന്നെ 4 ഓപ്ഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് മാനുവലിയും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഗെയിമൊക്കെ കളിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഈ ഒരു ഗെയിമിംഗ് മോഡ് എനേബിൾ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നീട് ജസ്റ്റേഴ്സ് ആണ്. അത് ലെഫ്റ്റിലും റൈറ്റിലും നമുക്ക് എന്താണോ വേണ്ടത് ആ ഒരു തരത്തിൽ നമുക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് മോറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഫേംവെയർ അപ്ഡേറ്റ്, അതുപോലെ തന്നെ ഇൻ ഇയർ ഡിറ്റക്ഷൻ എനേബിൾ ഓർ ഡിസേബിൾ, ഫൈൻഡ് മൈ ഇയർബഡ്സ് എന്നുള്ള തരത്തിലുള്ള ആ ഒരു ഓപ്ഷൻസും കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ iOS യൂസർ ആണെങ്കിൽ അവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം. നിലവിൽ ഈ ഒരു സമയം വരെ ഐഫോണിൽ ഈ ഒരു ആപ്ലിക്കേഷന് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ചില ഓപ്ഷൻസ് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷന് നമുക്ക് iOS യൂസേഴ്സിന് ഇല്ല. രണ്ട് ബഡ്സിൻ്റെയും സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് പറയാനാണെങ്കിൽ കോളിംഗ് ക്വാളിറ്റി രണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി ബഡ്സ് പ്ലസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബഡ്സ് പ്ലസിലാണ് ANCയും അതുപോലെ തന്നെ എക്വലൈസറും നമ്മുടെ ബോസ് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷനിൽ തന്നെയാണ് ഞാനിത് സൗണ്ട് ചെക്ക് ചെയ്തിട്ടുള്ളതും. പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ബേസ് അല്ലെങ്കിൽ ഭയങ്കര ലൗഡായിട്ടുള്ളൊരു സൗണ്ട് ക്വാളിറ്റി അല്ല, പക്ഷേ ഭയങ്കര കംഫർട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഇതിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ചില ഇയർബഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഫുൾ സൗണ്ടിൽ പാട്ട് കേൾക്കുന്ന സമയത്ത് നമുക്കൊരു അരോചകം അല്ലെങ്കിൽ ഒരു എന്തൊക്കെയോ ഒരു ഭയങ്കര ഒരു ലൗഡായിട്ടുള്ളൊരു ഫീലാണെങ്കിൽ ഇത് വെച്ചിട്ട് നമ്മൾ മ്യൂസിക് കേൾക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു സുഖം തന്നെയാണ്. അതായത് നമുക്ക് ആ ഒരു മ്യൂസിക്കിലുള്ള ആ ഒരു വോക്കൽ അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ
കറക്റ്റ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ആ ഒരു ബേസും ട്രിബിളും ഒക്കെ കൊടുത്തിട്ട് ഒരു ഭയങ്കര രസമുള്ളൊരു സൗണ്ട് എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാൻ സാധിക്കും. അതായത് ഭയങ്കര ലൗഡി അല്ലെങ്കിൽ കൂടിയും നമ്മൾ കേൾക്കുന്ന മ്യൂസിക് ശരിക്കും ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ ചെവിക്ക് യാതൊരു തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ഇല്ലാതെ സൂപ്പറായിട്ട് കേൾക്കുമെന്നുള്ളൊരു പ്രത്യേകതയാണ് എനിക്ക് ഈ ഒരു ബഡ്സ് പ്ലസ്സിൽ തോന്നിയിട്ടുള്ളത്. ഇനി ബഡ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ബഡ്സ് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചും കൂടി ലൗഡിയാണ്, അത്യാവശ്യം ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ബഡ്സ് പ്ലസിൻ്റെ ആ ഒരു കംഫർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതേ സമയത്ത് അത്യാവശ്യം ലൗഡിയാണ്, അത്യാവശ്യം ഒരു പവർഫുൾ ആയിട്ടുള്ള നല്ലൊരു അത്യാവശ്യം ഒരു ബേസ് അല്ലെങ്കിൽ സാധാരണ ഇയർബഡ്സിലൊക്കെ കേൾക്കുന്ന ആ ഒരു ഗുമ്മൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പരിഗണിക്കാം. അതല്ല നമ്മുടെ ചെവിയിൽ വലിയ രീതിയിൽ ഒരു ഡിസ്റ്റർബൻസോ കാര്യങ്ങളൊന്നും പാടില്ല, അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഭയങ്കര കംഫർട്ടായിട്ട് രീതിയിൽ നമുക്ക് പാട്ടൊക്കെ കേൾക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബഡ്സ് പ്ലസ് തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഈ ഒരു പ്രൊഡക്ട്സിൻ്റെ പ്രൈസ് ഖത്തറിൽ പറയുന്നത് 119 ഖത്തർ റിയാലാണ് മോട്ടോ ബഡ്സിന് വരുന്നത്. ഏകദേശം ഇന്ത്യയുടെ 4500 രൂപ, ഇന്ത്യയിൽ ഇതിന് 4999 രൂപ, ഏകദേശം 500 രൂപ ഇതിന് കുറവാണ്. ബഡ്സ് പ്ലസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇതിന് 9999 രൂപയാണെങ്കിൽ ഇതിനിവിടെ 399 ഖത്തർ റിയാലാണ്. ഏകദേശം ഇന്ത്യയുടെ 9000 രൂപയിൽ താഴെ മാത്രമാണ് പ്രൈസ് വരുന്നത്, ഏകദേശം 1000 രൂപ ഇവിടെ കുറവാണ്. എനിവേ ഓവറോൾ ഈ ഒരു രണ്ട് പ്രൊഡക്ട്സിനെ കുറിച്ച് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ ഒരു സാറ്റിസ്ഫൈഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാറ്ററി ലൈഫ് ലഭിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം ലൗഡി ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബഡ്സ് ചൂസ് ചെയ്യാം. അതല്ല ഉള്ള സൗണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബഡ്സ് പ്ലസും ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു രണ്ട് പ്രൊഡക്ട്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം, ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യമെന്ന് പരിഗണിക്കുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിങ്ങൾക്ക് മെസ്സേജ് ചോദിക്കാവുന്നതാണ്. ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു സെയ്ദ് ഇർഷാദ്.